കാട് നമുക്ക് കാട് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഭയങ്കര ഭയവും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കാട്. നമ്മൾ കടലിൽ പല ആൾക്കാരും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, ആദ്യമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഛർദ്ദിക്കും എന്നൊരു സംഭവം, ചൊരുക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇതേ സിസ്റ്റം കാട്ടിലുണ്ട്. ഇത് പലർക്കും അറിയില്ല. അദ്ദേഹം പിന്നെ അവിടെ 5-ാമത്തെ ദിവസം ഏകദേശം മനസ്സിലായി, ഇത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞാനിവിടെ വെച്ച് മരണപ്പെടും എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും അദ്ദേഹം മരിക്കാൻ വേണ്ടി തന്നെ അവിടെ കിടന്ന് നിൽക്കുമ്പോഴത്തേക്ക് ദൂരെ ഒരു മലയിൽ നിന്നൊരു പുക, ഒരു ക്ലൗഡ്സ്, ഒരു പുക കാണുകയും ഇയാൾ അലറി വിളിക്കുകയും വിളിച്ച് അവിടുന്ന് നമ്മുടെ കാട്ടിൽ വസിക്കുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ അവർ വന്ന് ഇദ്ദേഹത്തെ കാണുകയും അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയി. ഈ സിനിമയുടെ വിഷ്വൽസിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പുതിയ മനുഷ്യന്മാർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോഗ്രഫി പാറ്റേണിലൂടെ ഒരു കാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സർവൈവൽ ത്രില്ലർ എന്ന മോഡിലാണ് താങ്കൾ ഈ സിനിമ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ ആ തരത്തിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതെ, ഇതുപോലുള്ള റീഡിങ്ങുകൾ ഫെസ്റ്റിവൽ സർക്കിളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വായനകൾ, റിയാക്ഷൻസ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ട്. കാട് നമുക്ക് കാട് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഭയങ്കര ഭയവും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കാട്. നമ്മൾ കടലിൽ പല ആൾക്കാരും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, ആദ്യമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഛർദ്ദിക്കും എന്നൊരു സംഭവം, ചൊരുക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇതേ സിസ്റ്റം കാട്ടിലുണ്ട്. ഇത് പലർക്കും അറിയില്ല. കാട്ടിൽ ആദ്യമായിട്ട് പോകുന്നവർക്ക് ഛർദ്ദിക്കാൻ തോന്നും. കാരണം അവിടുത്തെ ഒരു സ്മെല്ലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു എയർ കിട്ടാത്ത അവസ്ഥയും, ചിലയിടത്ത് ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് തളർന്ന് വീണിട്ടുണ്ട്. കാരണം ചില മരങ്ങൾ ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടി വീഴുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാട് എന്ന് പറയുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഭീതിയും ഇഷ്ടമാണ്. ചിലർക്ക് കാണാനും, എല്ലാവർക്കും കാട് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 9 പേരുടെ യാത്രയാണ്. ഈ സിനിമ ഏകദേശം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഉള്ള വരുന്നത് 9 പേര് കാട്ടിൽ ഒരു ദൗത്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി രീതി എന്ന് പറഞ്ഞാൽ ഈ 9 പേര് യാത്രയിൽ നടന്നു പോകുമ്പോൾ ഈ 9 പേരിൽ ഒരാൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തൊരു ഫീലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. നമ്മളത് മനഃപൂർവ്വം ഒരു ബ്രീത്തിങ് ക്യാമറ കൂടെ ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ്. അതെ, ക്യാമറ പോലൊരു കഥാപാത്രമാണ്. അതൊരിക്കലും ഒരു ക്യാമറാമാൻ വർക്ക് ചെയ്താണെന്ന് ഒരിക്കലും ഒരു പ്രേക്ഷകന് തോന്നാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഇവരുടെ കൂടെയുള്ള ആരോ ചെയ്തിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് നമ്മളത് പോകുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം അല്ലെങ്കിൽ അതിന് ശേഷം 2ാം ഭാഗത്തിലേക്ക് വരുമ്പം ഒരു വ്യക്തി മാത്രമേ ആ സിനിമയിലുള്ളൂ. ആ നായക കഥാപാത്രം ചെയ്യുന്ന ആ ഒരാൾ മാത്രം, ഒറ്റൊരാളെ കൊണ്ടാണ് ആ സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത്. അയാളും അയാളുടെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾക്ക് ചലനമില്ല പിന്നീട്. അത് വളരെ എൻ്റെ അടുത്ത് പല വലിയ പ്രശസ്ത ആൾക്കാരും പറഞ്ഞു, അയാളുടെ സ്വപ്നങ്ങൾക്ക് ചലനമില്ല, പക്ഷെ അവർ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ചലനമായിരുന്നു ക്യാമറയ്ക്ക്. ആ രീതിയിലാണ് ആ ഫോട്ടോഗ്രാഫി രീതി തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ മാനത്തെ കണ്ണി എന്ന് പറയുന്ന താങ്കളുടെ മറ്റൊരു സിനിമ, അതും പാരിസ്ഥിതികമായിട്ടുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരിസ്ഥിതികമായിട്ടുള്ളൊരു സിനിമയായിട്ട് നമുക്ക് കണക്കാം. എന്താണ് ഇത്തരം ഒരു സബ്ജക്റ്റുകളോടുള്ളൊരു താല്പര്യം കൂടാനുള്ളൊരു? അല്ല, ഞാൻ ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് ഈ ലാൻഡ്സ്കേപ്പുകൾ, പ്രകൃതി ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായി മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. ഒന്ന്, സോഷ്യൽ ഇഷ്യൂസ് സിനിമകളിൽ കൂടെ കൊണ്ടുവരിക എന്നാണ് ഇപ്പം ഞാൻ പോയാലും അടുത്ത ഈ സിനിമ കാണുന്ന 10-15 വർഷം കഴിയുമ്പോൾ കാണുന്നവർക്കൊരു പഠന വിഷയമായി മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ആഗ്രഹം തന്നെ. മാനത്തകണി സിനിമ ഞാൻ ചെയ്യുന്നത് ഏകദേശം 10 വർഷത്തോളം എടുത്താണ് ചിത്രം. ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോവുകയും അത് നമ്മുടെ കല്ലേൻ പോക്കുടൻ എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി പ്രവർത്തനം ഉണ്ടായിരുന്നു കണ്ണൂർ. അദ്ദേഹത്തിനെ ബേസ് ചെയ്താണ്. അദ്ദേഹം അല്ല എങ്കിൽ പോലും അതുപോലൊരു കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ കഥയായിരുന്നു ആ ചിത്രം. അത് പരിസ്ഥിതി ചിത്രമായിട്ട് ഇന്ത്യൻ പനോരമയിലൊക്കെ പോയിരുന്നു പടം, പല രാജ്യങ്ങളിലേക്കും പോയി. അത് പ്രകൃതിയുടെ രാഷ്ട്രീയം സംസാരിച്ച് അതിൻ്റെ സിനിമ കാണുമ്പോൾ തന്നെ താങ്കൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിനും ആകാശത്തിനും തുല്യനീതി നൽകിക്കൊണ്ട് ഫ്രെയിമുകളാണ് മൊത്തവും. ആകാശം കൂടുതലും വെള്ളം കൂടുതലൊന്നുമില്ല, തുല്യ സ്ഥാനം നൽകിക്കൊണ്ട് എല്ലാ ഫ്രെയിമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് വർഷങ്ങളെടുത്താണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ പ്രകൃതിയിൽ ഒരു ഫ്രെയിം വെക്കുമ്പോൾ പ്രകൃതിയായിട്ട് ചേർന്ന് വെച്ചുകൊണ്ട് ഒരു ഈസ്തെറ്റിക്സ് എങ്ങനെയാണ് താങ്കളുടെ ദൃശ്യതയിൽ രൂപപ്പെടുത്തുന്നത്? ഞാനൊരു ആർട്ടിസ്റ്റ്, പെയിൻറ്ററും കൂടെ ആയതുകൊണ്ട്
എപ്പോഴും എൻ്റെ ഫ്രെയിമുകൾ എപ്പോഴും ഒരു പെയിൻറ്റിങ് മോഡിലാണ് ഞാനത് നമ്മുടെ സാധാരണ പ്രേക്ഷകന് എപ്പോഴും നമ്മുടെ കാഴ്ച നമ്മുടെ മുന്നിൽ കാണുന്നത് അതുപോലെ തന്നെ ക്യാമറയിലും വന്ന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ഗിമിക്കുകളോ ഒന്നുമില്ലാതെ നമ്മുടെ സബ്ജക്റ്റ് ഗിമിക്കി ഷോട്ടുകൾ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റിൽ ഇപ്പം ഉദാഹരണത്തിന് അടുത്ത കാലത്തായി നമ്മുടെ സിനിമയിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് ആദ്യം ഔട്ടായ ഒരു വ്യക്തി ആരെന്നറിയോ? പ്രൊഡ്യൂസർ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു കാലത്ത് പ്രൊഡ്യൂസറിൻ്റെ പേരിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രശസ്തരായ പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസർ പതിയെ ഔട്ടായി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ എഴുത്തുകാരനും പുറകെ പിന്നെ പോയി. അവസാനം സംവിധായകനും പോയി. അടുത്ത കാലം വരെ സിനിമോട്ടോഗ്രാഫർ എന്നൊരാളാണ് ഒരു സിനിമയിൽ മുഴച്ചു നിന്നത്. ഒരു സിനിമയുടെ പ്രധാന ഇപ്പോഴത്തെ സിനിമയുടെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ സിനിമോട്ടോഗ്രാഫറായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അഭിപ്രായം ചെയ്യും, സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം ക്യാമറ സൂപ്പർ. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പ്രേക്ഷകർ പറയുന്നത്? ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഡയറക്ഷൻ സൂപ്പർ എന്ന് പറയുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ല. ക്യാമറ സൂപ്പർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതും മാറി. ഇപ്പം ഈ സിനിമയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ BGM ചെയ്യുന്ന ആളാണ്. ഈ കാലഘട്ടം 2025 സിനിമകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളാണ് സിനിമയുടെ ഏറ്റവും. അങ്ങനെ ഒരു അഭിപ്രായം വരാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ പുതിയ കാലം? അല്ല, കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ആ സിനിമയിൽ സിനിമ കാണുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ സിനിമ എങ്ങനെയുണ്ട് സുഹൃത്തേന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ, സിനിമ സൂപ്പർ എന്ന് പറയുന്നതായിട്ട് ഞാൻ അധികം കേട്ടില്ല. ക്യാമറമാൻ സൂപ്പർ. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരിക്കലും ഒരു സിനിമാട്ടോഗ്രാഫർ ഒരു ക്യാമറമാൻ ക്യാമറ ചെയ്യുന്നത് ആ സിനിമയുടെ കഥ എന്താണ് ആവശ്യപ്പെടുന്നത് അതേ ചെയ്യാവുള്ളൂ. പക്ഷേ ഇവരിപ്പോൾ ചെയ്യുന്നത് ഈ ഡയറക്ഷനും കഥയ്ക്കും മുകളിലൊരു ഫോട്ടോഗ്രാഫി രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതികത്വം കൂടുതൽ മിക്സ് ചെയ്തുകൊണ്ട് ആൾക്കാരെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആണ് സിനിമ. അവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? സിനിമയുടെ കാമ്പ് അല്ലെങ്കിൽ കണ്ടൻറ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് മനസ്സിലാക്കാനുള്ള ടൈം കൊടുക്കുക ഒരു ഷോട്ട്സിൽ. ആ ഷോട്ട്സ് 20 ഷോട്ട് വെച്ച് എങ്ങനെ മനസ്സിലാക്കാൻ കാര്യങ്ങൾ? ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. താങ്കളുടെ മാനത്തെ കണ്ണി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ജാതിയുടെ ഒരു രാഷ്ട്രീയം കൂടെ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ് എന്നുള്ളത്? മാനത്തെ കണ്ണി പ്രത്യേകിച്ചൊരു പരിസ്ഥിതി ചിത്രമാണ്. അത് നമ്മുടെ കണ്ണൂർ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പോക്കുടൻ, അദ്ദേഹം കണ്ടൽ കാടുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പഠനം നടത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ബേസ് ചെയ്ത് അതുപോലൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമല്ല എങ്കിൽ പോലും താഴേക്കിടയിലുള്ള ഒരു കണ്ടലുകളെ സ്നേഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയുടെ കഥയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ഒരു ഉയർന്ന ജാതിയിലുള്ള ഒരാളും തമ്മിലുള്ളൊരു ഫൈറ്റിങ്ങാണ്. ഫൈറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അവരുടെ സംസാരമാണ്. ആ സംസാരത്തിലൂടെ ആ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കണ്ടലിനെ സ്നേഹിച്ച തൊണ്ടച്ചൻ എന്ന ക്യാരക്ടർ സമൂഹത്തിലെ പല ഉന്നതരായ ആൾക്കാരിൽ നിന്നും അദ്ദേഹം കൊല്ലപ്പെടുകയും. അപ്പോൾ ഞാൻ ആ സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അദ്ദേഹം മരിച്ചു പോയി ഒരു കണ്ടൽ വിത്തായിട്ട്. കണ്ടൽ എപ്പോഴും തന്നെയാണ് പൊട്ടി താഴേക്ക് വെള്ളത്തിലേക്ക് പതിക്കുന്നത്. ആ സിനിമയുടെ അവസാനം തന്നെ ആ കണ്ടൽ വിത്ത് ഭൂമിയിലേക്ക് പതിക്കുകയും ഞാൻ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വേറെ മീനിങ്സിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം താഴോട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും അവിടെ മുൻപ് പതിച്ച 1000 കണ്ടൽ വിത്തുകൾ ഭൂമിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് മുളച്ച് വരുന്നതായിട്ടാണ് ആ ചിത്രം. പിന്നീട് ഈ സിനിമ സെൻസർ ചെയ്യപ്പെട്ടില്ലേ? എന്താണ് സംഭവിച്ചത്? അല്ല, ഈ സിനിമ സെൻസർ ബോർഡിൽ പോയിട്ടില്ല. കാരണം ഇത് നമ്മുടെ തിയേറ്ററിൽ റിലീസ് വന്നിട്ടില്ല. ഇത് രാജ്യാന്തര ഫെസ്റ്റിവലുകളിൽ ഒക്കെയാണ്. അവിടെ നിന്നുള്ള റിയാക്ഷൻസ് എന്തായിരുന്നു? ഇത് നമ്മുടെ ഇവിടുത്തെ IFFK കേരള ഗവൺമെൻറ് നടത്തുന്ന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ല KSFDCയുടെ ഒരു IFFK ഫെസ്റ്റിവൽ അയക്കുകയും അത് അവിടുന്ന് തള്ളപ്പെടുകയും അതിനുശേഷം ഇന്ത്യൻ പനോരമയിലേക്ക് ഞാൻ ഈ ചിത്രം അയക്കുകയും അത് വലിയൊരു അനുഭവമായിരുന്നു. ഇന്ത്യൻ പനോരമയിൽ ഈ ചിത്രം അയച്ചപ്പം ഞാനിത് ആദ്യം ഒരു ഹാർഡ് ഡിസ്ക് ഇന്ത്യൻ പനോരമയ്ക്ക് അയച്ചു കൊടുത്തപ്പം എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം, ജെയിൻ ക്രിസ്റ്റഫർ, താങ്കളുടെ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആവുന്നില്ല ഞങ്ങളുടെ സിസ്റ്റത്തിൽ. എനിക്കൊരു മെയിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു ഹാർഡ് ഡിസ്കും കൂടെ അയച്ചു തരിക, അതിൻ്റെ കൂടെ ഒരു 4 DVDയും കൂടി അയച്ചു തരിക. എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അടുത്ത എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഒരു അടുത്ത ഹാർഡ് ഡിസ്ക് ഒരു 12,000 രൂപ മുടക്കിയ ചിലവ് വന്ന് അത് ഞാൻ പിന്നീട് അയക്കുകയാണ് അടുത്ത്. അതിനുശേഷം ഒരാഴ്ച എനിക്കൊരു മെയിൽ വരും, താങ്കളുടെ ഇപ്പോൾ അയച്ച ഹാർഡ് ഡിസ്കും ഓപ്പൺ ആവുന്നില്ല, 4 DVDയും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എനിക്കിത് വളരെ സംശയം തോന്നി, ഇതെന്തുകൊണ്ടാണ് നമ്മൾ അയക്കുന്ന ഈ ഹാർഡ് ഡിസ്കുകളൊന്നും അവിടെ ഓപ്പൺ ആവാത്തത്. അത് വളരെ ദുഃഖകരമായി പോയി. കാരണം പിന്നെ അവസാനം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് നമ്മുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ജോലി ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അവിടുന്ന് മെയിൽ വന്നത്, ഇപ്പോൾ നിങ്ങളുടെ DVD കാണാൻ പറ്റുന്നുണ്ടെന്ന്.
അപ്പോൾ ഇത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം നമ്മളെ പുതിയ സംവിധായകരും പുതിയ മേക്കേഴ്സിനെയും ഒരു തഴയപ്പെടുന്ന സിനിമയുടെ രാഷ്ട്രീയമായിരുന്നോ ഇതിൻ്റെ ഒരു പ്രശ്നം? ഒരുപക്ഷെ ആയിരിക്കാം. ഇതിൻ്റെ കോർപ്പറേറ്റുകളോ മറ്റ് പറയുന്നതോ മതങ്ങളെ പറ്റി പറയുന്നതോ ആയിരിക്കാം എന്ന്. അതൊരു അങ്ങനെ ഒരു കോർപ്പറേറ്റുകളെ പറ്റിയോ മതങ്ങളെ പറ്റി ഡയറക്റ്റായിട്ട് പറയുന്നത് കോമണായിട്ട് എല്ലാ മനുഷ്യരും പറയുന്ന രീതിയിലുള്ള. കാരണം നമ്മുടെ കണ്ടൽക്കാടിനെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കായലിലെ മാലിന്യങ്ങളും ആ മാലിന്യങ്ങൾ അങ്ങ് ഇടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ബാധിച്ചിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ സിനിമ അവിടെ നിന്ന് തള്ളപ്പെടുകയാണ് ചെയ്തത്. ഈ കാടകം എന്ന് പറയുന്ന സിനിമ ഒരു സർവൈവൽ മൂവിയാണല്ലോ. ഇതിൻ്റെ ഒരു റിയൽ സ്റ്റോറി എന്തായിരുന്നു ശരിക്കും? ഇത് പിന്നെ 2002 അടിമാലി മുനിയറ എന്ന ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് സുധീഷ് കോശി. അദ്ദേഹം ഒരു മുനിയറ സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങളൊരു മറ്റൊരു സിനിമയുടെ ഡിസ്കഷനായിട്ട് ബന്ധപ്പെട്ട് ആ കഥ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു യാത്ര ചെയ്തതാണ്. യാത്ര ചെയ്തപ്പോൾ ഒരു പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു വ്യക്തിയെ അവിടെ കാണുകയാണ്. അപ്പോൾ ഈ വ്യക്തിയെ കണ്ടപ്പം ഇദ്ദേഹത്തിൻ്റെ കാലിൽ വലിയൊരു മുറിവ്, മുട്ടിന് താഴോട്ട് ഒരു ഫ്രാക്ചർ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പം എൻ്റെ സുഹൃത്തെ സുധീഷ് കോശിയുടെ ക്ലാസ്മേറ്റാണ്, ഒരു ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കാലിന് സംഭവിച്ചത്? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ആ ഒരു കഥയാണ്. കാരണം അദ്ദേഹം കാട്ടിൽ ഈ ഒരു രുദ്രാക്ഷത്തിൻ്റെ കാവെറുക്കാൻ വേണ്ടി മറയൂർ വനത്തിൽ പോയതാണ്. അവിടെ 5 ദിവസത്തോളം കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ അവിടെ ഇട്ടിട്ട് പോവുകയും ഇദ്ദേഹത്തിന് കാട്ടിൽ വെച്ച് വലിയൊരു മുറിവ് സംഭവിക്കുകയും ആ മുറിവ് വലിയൊരു വ്രണമാവുകയും പുഴുക്കൾ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയപ്പം അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയും അദ്ദേഹം ആ കാട്ടിൽ അനുഭവിച്ച 5 ദിവസത്തെ ആ ഒരു കഥയാണ് ഞങ്ങൾ ഈ കാടകം എന്ന സിനിമയിൽ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു? അദ്ദേഹം ഏകദേശം 5 ദിവസത്തോളം ഈ കാലിൽ ഈ മുറിവ് വന്ന് മറ്റു കാലിൽ ഫ്രാക്ചർ വന്ന് നഗ്നനായിട്ട് ഒരു വസ്ത്രമില്ലാതെ എഴഞ്ഞ് മുട്ടുകുത്തിയും ഈ 3-4 ദിവസം കാടുകളിലെല്ലാം നടന്നു, വെള്ളമില്ലാതെയും ആഹാരമില്ലാതെയും. അദ്ദേഹം പറയുന്നത് ഈ പുഴുക്കളെല്ലാം വ്രണത്തിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് പോലും സഹിക്കാത്ത സ്മെല്ല്, ദുർഗന്ധത്തോടു കൂടിയാണ് അദ്ദേഹം നടന്നതെന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം പിന്നെ അവിടെ 5-ാമത്തെ ദിവസം ഏകദേശം മനസ്സിലായി ഇത് എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഞാനിവിടെ വെച്ച് മരണപ്പെടും എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും അദ്ദേഹം മരിക്കാൻ വേണ്ടി തന്നെ അവിടെ കിടന്ന് നിൽക്കുമ്പോഴത്തേക്ക് ദൂരെ ഒരു മലയിൽ നിന്നൊരു പുക, ഒരു ക്ലൗഡ്സ്, ഒരു പുക കാണുകയും ഇയാൾ അലറി വിളിക്കുകയും വിളിച്ച് അവിടുന്ന് നമ്മുടെ കാട്ടിൽ വസിക്കുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ അവർ വന്ന് ഇദ്ദേഹത്തെ കാണുകയും അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയി ഏകദേശം അവരുടെ ആ കുടിലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കളറുകളൊക്കെ മാറി, ആരാന്നറിയില്ല. അങ്ങനെ ഇദ്ദേഹം ഓർമ്മ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു. ആ ഫോൺ നമ്പർ പ്രകാരം മുനിയറ നാട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തെ സംഭവിച്ചത് ഏത് വർഷം? ഇത് 2002 ഏകദേശം 20 വർഷങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ പോയ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഈ നിറം മാറിയതുകൊണ്ട് മിസ്സിംഗ് ആണ്, 5 ദിവസം മിസ്സിംഗ് ആണ്. നാട്ടിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ സഹോദരനോ ആരോ പോയാണ് ഇദ്ദേഹത്തിൻ്റെ മറുക് വെച്ചാണ് ഇതിനെ കണ്ട് അദ്ദേഹത്തിനെ അവിടെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും മരവിപ്പിക്കാതെ 72 ദിവസം അദ്ദേഹത്തിൻ്റെ കാല് ചെത്തി കളഞ്ഞ് പിച്ചാത്തി വെച്ചിട്ട് ഈ പഴുത്ത് കയറുന്ന ഈ പുഴു വരുന്ന സ്ഥലം ചെത്തി 72 ദിവസത്തോളം അയാളെ മരവിപ്പിക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ ഒരു 6 വർഷത്തോളം പുള്ളി ഒരു കോമ സ്റ്റേജിലായിപ്പോയി. ഇപ്പോഴും ഞങ്ങളുടെ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ്ങിന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഈ ട്രെയിലർ കണ്ട ശേഷം അത് പിന്നീടും പഴയ പോലെ അങ്ങായിപ്പോയി. അങ്ങനെ വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം മാനസികമായിട്ട് ബാധിച്ചു. മാനസികമായിട്ട് അന്നത്തെ ഭയം. കാരണം നമുക്ക് 1 മണിക്കൂറും കാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക്. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 25-30 ഈ ക്രൂ പോകുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അതിനുശേഷം? അത് ഇത് നിങ്ങളും അതുപോലെ തന്നെ ഈ അതായത് ഇതിൻ്റെ ടെക്നിക്കൽ എക്വിപ്മെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അതെ, വളരെ ദുഷ്കരമായിരുന്നു ഷൂട്ട് ചെയ്തത്. അതെ, കാരണം തിരുവനന്തപുരത്ത് നമ്മൾ അമ്പൂരി എന്ന് പറഞ്ഞ വനമേഖലയിൽ നിന്ന് തുടങ്ങി ഇടുക്കി ജില്ല വരെ ഏകദേശം 13ഓളം കാടുകളിൽ പ്രൈവറ്റ് സ്വകാര്യ വനങ്ങളിൽ വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. നമുക്ക് വലിയ ഉൾക്കാടുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഉൾക്കാട്ടിലേക്ക് പോകാൻ പറ്റില്ല വെച്ചാൽ ഈ പമ്പ ഭാഗത്തൊക്കെ നമുക്ക് മൃഗങ്ങളുള്ള സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് ഫോറസ്റ്റിന് അനുവാദമില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കൂടുതലും പ്രൈവറ്റ് വനങ്ങളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മൃഗങ്ങളുള്ള സ്ഥലങ്ങൾ. ഞങ്ങൾ 25ഓളം പേര് ഒരു സ്ഥലത്ത് ഷൂട്ടിങ് പോയപ്പോഴത്തേക്ക് തിരിച്ച് വഴി തെറ്റിപ്പോയി. ആർക്കും വഴിയറിയില്ല തിരിച്ചു വരാൻ. അപ്പം എല്ലാവരും നിന്ന് കറങ്ങും, എങ്ങോട്ട് പോകണമെന്നറിയില്ല. വനമില്ല, ഗൂഗിൾ മാപ്പ് ഇതൊന്നും വർക്ക് ചെയ്യില്ല, ഒന്നും ഒരു റേഞ്ചൊന്നും കിട്ടില്ല. അപ്പം എല്ലാവരും 4 വഴിക്ക് നോക്കുക, കൂവുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, എങ്ങോട്ട് ആരും കേൾക്കുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽ ഒരു അരുവി, ഈ കാട്ടിൽ നിന്നൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു മനസ്സിൽ ചിന്തയിൽ ഈ അരുവിക്കകത്തോടെ നടന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ റോഡിലെത്തും എന്നെനിക്കൊരു തോന്നലുണ്ട്. പക്ഷേ കൃത്യമായിരുന്നു. ആ അരുവിൽ കൂടെ നടന്ന് ഞങ്ങൾ ഏകദേശം കിലോമീറ്ററുകൾ നടന്ന് അത് റോഡിലൊരു വലിയൊരു നദിയിലോട്ടാണ് ചെന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആഹാരം ഇല്ല, വെള്ളം നമുക്ക് ഒരുപാട് കുടിക്കേണ്ടി വരും. കാരണം ഈ വെള്ളം ഇത്രയും ചുമന്നുകൊണ്ട് പോകാനുള്ളൊരു സൗകര്യമില്ല. പലരും തളർന്നു വീഴുന്നു. അതുപോലെ ഒരു കാട്ടിൽ ചെന്നപ്പോൾ അണലികളുടെ ശല്യമായിരുന്നു. അണലി പാമ്പുകൾ മാത്രമുള്ള അവിടെയൊക്കെ ഞങ്ങൾ ഭയങ്കരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. കാരണം ഞാൻ മറ്റൊരു കാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, കാരണം ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി ഞാൻ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഷോൾഡറിൽ ക്യാമറ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് കോശി പറഞ്ഞ്, ചേട്ടാ അത് അനങ്ങരുത്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഷൂവിൻ്റെ മുകളിലൊരു അണലി വന്നിങ്ങനെ ഇരിക്കുക. അതൊരു 360 ഡിഗ്രിയിൽ ഈ അണലി ഭയങ്കര ഡേഞ്ചറാണ്, കൊത്തിക്കളയത്. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ അതിനെ എടുത്ത് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, വലിയ പെരുമ്പാമ്പിൻ്റെ സീക്വൻസുകളൊക്കെ സിനിമയിൽ ഒറിജിനൽ തന്നെയായിരുന്നു. അതെ, ഒറിജിനൽ ഉപയോഗിക്കുന്നത്. ഒരു സൈക്കിക് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ കാട്ടിനകത്ത് പോകുമ്പോഴൊരു മാനസികമായിട്ടുള്ളൊരു? അല്ല, ശരിക്കും നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളെടുത്ത്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. അത് വേറൊരു ലോകമായിരിക്കുമല്ലോ. ആ ലോകം എന്തായാലും നമ്മളെ മനസ്സിൽ എന്താണ് സംഭവിക്കുക? അല്ല, നമ്മൾ തിരിച്ച് വീട്ടിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോഴും നമുക്ക് ഈ ഞങ്ങളുടെ ഒരു ചാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ യാത്രയാണ്. ഒരു കാട്ടിൽ നിന്ന് അടുത്ത കാട്ടിലേക്ക് യാത്രയാണ് വാഹനത്തിൽ. പകൽ മുഴുവൻ ഷൂട്ടാണ്. ആ ഒരു ചാർട്ടിങ്ങിലാണ് പോകുന്നത്. ഇപ്പോൾ രാത്രി ഒരു 10 മണിക്ക് ഒരു സ്ഥലത്ത് ഷൂട്ട് ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ് നേരെ അവിടുന്ന് തെന്മലയ്ക്ക് പോകുന്ന രാത്രി യാത്ര ചെയ്ത് പോയി. അപ്പം ഈ കാടിനകത്ത് ഫുൾ ടൈം കാട്ടിനകത്ത് നടന്ന് കാരണം നമുക്കൊരു ഭീതിയായി. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും കാടിൻ്റെ ശബ്ദങ്ങളും ഒക്കെ നമ്മൾ അസ്വസ്ഥ. എപ്പോഴും കാടിനൊരു ശബ്ദമുണ്ട്. പല കാടിനും പല പ്രത്യേകതയാണ്. ചില കാടുകളിൽ ചെന്നാൽ മരങ്ങൾ തമ്മിൽ മുകളിൽ കൂട്ടിമുട്ടില്ല. കാരണം 2 കാസ്റ്റ് ആയിരിക്കാം, ചിലപ്പം 2 ഇനത്തിലുള്ള മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനെയുള്ള കാടുകളുണ്ട്. ഇടതൂർന്ന മരങ്ങളുള്ളതുണ്ട്, പിന്നെ പ്ലെയിനായിട്ടുള്ള പിന്നെ മരങ്ങൾ അവിടെ ഇവിടെയായിട്ടുള്ള ഗ്രൗണ്ട് പോലുള്ള സ്ഥലം. കാട്ടിനകത്ത് പല രീതിയിലുള്ള സംഭവമുണ്ട്. അപ്പോൾ പല രീതിയിൽ ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, വളരെ തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ പോലും ഇത്രയും കാടിനെ അതിഭീകരമായിട്ട് ചിത്രീകരിച്ചൊരു സിനിമ ഇല്ല എന്ന് വേണം പറയാം. കാരണം നമ്മൾ കാണുന്നൊരു പ്രേക്ഷകന് ആ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പെയിൻ അല്ലെങ്കിൽ ഈ ചീവീടിൻ്റെ ശബ്ദം എപ്പോഴും നമ്മുടെ തലച്ചോറിങ്ങനെ കിടക്കും. ഒരു പെയിൻ ഉണ്ടാകുന്നുണ്ട് സിനിമ. ഈ മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള സിനിമകൾ ഇതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ളൊരു സർവൈവൽ ത്രില്ലറായിരുന്നല്ലോ, ഒരു സർവൈവൽ സിനിമയായിരുന്നു. അതെ അതെ അതെ. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ ഒരു സിനിമയെ? ശരിക്കും പറഞ്ഞാൽ സർവൈവൽ കാറ്റഗറിയിൽ വരുന്ന ഗണത്തിൽപ്പെടുന്ന സിനിമകൾ മലയാളത്തിൽ കുറവാണ്. ശരിക്കും യഥാർത്ഥത്തിൽ സർവൈവൽ ചിത്രങ്ങളെന്ന് പറയുമ്പോൾ സർവൈവ് ചെയ്ത ആളിൻ്റെ കഥയാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മാളൂട്ടി എന്നൊരു ചിത്രമാണ്. ഒരു കുഴൽക്കിണറിലകപ്പെട്ട് ആ കുട്ടി സ്വന്തമായിട്ട് രക്ഷപ്പെട്ട് വന്നതല്ല, കുറച്ച് ആൾക്കാർ രക്ഷിച്ചതാണ്. മഞ്ഞുമ്മൽ ബോയ്സും അതാണ്. അദ്ദേഹം രക്ഷപ്പെടുന്നതാണ് സർവൈവ് ചെയ്യുന്നത്. അത്ര ഒരു ജെനിയർ അധികം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ അപൂർവം. ഒന്ന് ആടുജീവിതം, അത് സർവൈവലാണ്. അദ്ദേഹം സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടതാണ് അവിടുന്ന്. പക്ഷേ ഈ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സോ മാളൂട്ടിയൊന്നും അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സർവൈവൽ ഗണത്തിൽപ്പെടുന്നതാണ്. യഥാർത്ഥ റിയലായിട്ടുള്ള സർവൈവൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതാണ് ശരിക്കുള്ളൊരു സർവൈവൽ സിനിമ. അതെ, സർവൈവൽ. അതാണല്ലോ സർവൈവൽ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളൊരാൾ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി നമ്മളെ കുറേ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അതെന്ത് സർവൈവലാണ് ചെയ്തിരിക്കുന്നത്?